മോഹൻലാലിന്റെ ഒരു ഗംഭീര വേഷമാണ് തുടരും എന്ന ചിത്രത്തിലൂടെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും പ്രസന്റ് ചെയ്യുന്നത് എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം അടുത്തിടെ ചിത്രത്തിന്റെ ഒരു സോങ് വരുന്നതിന്റെ പ്രൊമോ വീഡിയോ നമ്മുടെ മുന്നിൽ എത്തിയിരുന്നു. ഒരു ഗംഭീര സോങ് ആണ് നമുക്ക് മുന്നിലേക്ക് MG ശ്രീകുമാർ മോഹൻലാൽ കോംബോയിൽ എത്താൻ പോകുന്നത് എന്ന് വ്യക്തമാണ്. ആ പാട്ടിന് ഒരു നൊസ്റ്റാൾജിക് ഗന്ധമുണ്ട്. എന്തൊരു ചേലാണ് എന്ന് തുടങ്ങുന്ന പാട്ട്, അതിന്റെ പിന്നീട് വന്ന ചില പ്രൊമോഷണൽ പോസ്റ്ററിൽ ഒക്കെ എന്തൊരു ചേലാണ്, നെഞ്ചിൽ ലാലേട്ടനാണ് എന്നൊക്കെ പറഞ്ഞാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു വ്യത്യസ്ത മോഹൻലാലിനെ തന്നെ പ്രസന്റ് ചെയ്യുകയാണ് അവർ ഈ സിനിമയിലൂടെ എന്ന് തന്നെ പറയാം. ആ ഒരു മോഹൻലാലിനെ കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതും. തുടരുമെന്ന സിനിമയുടേതായി വരുന്ന ഓരോ അപ്ഡേറ്റുകളും പഴയ സത്യനന്ദിക്കാട് സിനിമകളെ ഓർമ്മിപ്പിക്കും വിധം ഹൃദ്യമായവയാണ്. മുമ്പ് വന്ന പോസ്റ്ററുകൾ ആവട്ടെ, മോഹൻലാൽ ശോഭന ജോഡികളുടെ തിരിച്ചുവരവ് എന്ന ലേബലാകട്ടെ, ഇപ്പോൾ ഇറങ്ങിയ മോഹൻലാൽ എന്ന നടന് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ശബ്ദമായ MG ശ്രീകുമാർ എന്ന ഗായകന്റെ ശബ്ദത്തിൽ വന്ന പാട്ട് ആവട്ടെ, ഓരോന്നിലും നൊസ്റ്റാൾജിയ അല്ലെങ്കിൽ ഒരു ലാളിത്യം തുളുമ്പി നിൽക്കുന്നുണ്ട്. മോഹൻലാൽ എന്ന താരത്തെ വളരെ സാധാരണക്കാരനായി കണ്ടിട്ട് ഒരുപാട് നാളായി. സാധാരണക്കാരൻ എന്നതിലുപരി സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം ലളിതമായ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത തിരക്കഥയിൽ ഒരു ഫീൽ ഗുഡായി അവസാനിക്കുന്ന തരത്തിൽ കണ്ടിട്ട് കുറേയായി. അവസാനം കണ്ടത് മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ തുടരും വരുമ്പോൾ ആരാധകർ അല്ലെങ്കിൽ ഫാൻസിന്റെ പ്രതീക്ഷകൾ ദൃശ്യ മോഡൽ എന്തെങ്കിലും ത്രില്ലർ സ്വഭാവം അല്ലെങ്കിൽ ട്വിസ്റ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും എന്നൊക്കെയാണ്. അങ്ങനെ വിചാരിക്കുന്നതിലോ പ്രതീക്ഷിക്കുന്നതിലോ തെറ്റൊന്നുമില്ല എന്ന് തന്നെ പറയാനുള്ളൂ. കാരണം കുറെ നാളായി ഇങ്ങനത്തെ ഒരു പ്രതീക്ഷ പ്രേക്ഷകരുണ്ട്. അതൊക്കെ എങ്ങനെ മായ്ച്ചു കളയുമെന്ന് നമുക്ക് പോലും അറിയില്ല. പല സിനിമകളിലും ഇതൊക്കെ പ്രതീക്ഷ തന്നെയാണ് പ്രേക്ഷകർ പോകുന്നത്. എന്നിരുന്നാലും ചില അണിയറ പ്രവർത്തകരുടെ വാക്കുകളുണ്ട്. ഭ്രമരം എന്ന ചിത്രത്തിലെ മോഹൻലാലിനെ പോലൊരു മോഹൻലാൽ ഈ ചിത്രത്തിൽ കാണാമെന്ന് പറയുന്നത്. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ ചിത്രത്തിന് പ്രതീക്ഷ കൂട്ടുകയേ ഉള്ളൂ. പക്ഷേ ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയിൽ ഞാൻ തുടരുമെന്ന സിനിമയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ക്ലൈമാക്സ് കഴിയുമ്പോൾ മനസ്സ് നിറഞ്ഞ് ഒരുപക്ഷെ ആനന്ദ കണ്ണീരോടെ പര്യവസാനിക്കുന്ന ഒരു നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ ആണ്. പക്ഷെ അത് തന്നെ വേണമെന്ന് വാശിയൊന്നുമില്ല. കാരണം അതിനേക്കാൾ ഉപരി നല്ലൊരു സിനിമയായി മാറാൻ തുടരുമെന്ന സിനിമയ്ക്ക് സാധിക്കട്ടെ എന്നാണ് ആഗ്രഹം. ഒറ്റ കേൾവിയിൽ തന്നെ കൺമണി പൂവയുടെ പ്രൊമോ മനസ്സിൽ കയറി കഴിഞ്ഞു. പഴയ പാട്ടുകളുടെ ഒരു ഗന്ധമുണ്ട് കൺമണി പൂവിനും. ഒപ്പം മോഹൻലാൽ MG ശ്രീകുമാർ മെലഡികൾ തന്ന ആ ശ്രവ്യ സുഖവും തോന്നുന്നുണ്ട്. ഏതായാലും ഫെബ്രുവരി 21 കാത്തിരിക്കാൻ മറ്റൊരു കാരണം കൂടിയാവുന്നു. ഒപ്പം സിനിമയും മികച്ചതാകട്ടെ. ഓരോ പ്രേക്ഷകന്റെയും വാക്കുകൾ ഇതായിരുന്നു. പ്രേക്ഷകന്റെ വാക്കുകൾ ഇങ്ങനെ എത്തിയപ്പോൾ ഇന്നേ ദിവസം ഇതേ സോങ്ങിന്റെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള അതേ പാട്ടിലെ ഒരു രംഗം കാണിച്ചുകൊണ്ടൊരു പോസ്റ്റർ എത്തുകയുണ്ടായി. സത്യം പറയാമല്ലോ, പാട്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് പ്രകാരമുള്ള ഒരു സീനാണ്. ഇങ്ങനെ ഗംഭീരമായ കുടുംബ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ഒരു ഫീൽ ഗുഡ് മോഹൻലാൽ ചിത്രം ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്നതുറപ്പാണ്. ഒരു ശരാശരി മലയാളിയുടെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഏറ്റവും അധികം കഥാപാത്രങ്ങൾ ചെയ്തു ഫലിപ്പിച്ച ലാലേട്ടൻ തന്നെയായിരിക്കും ഇതിലും എത്താൻ പോകുന്നത്. അതിലേക്ക് മറ്റൊരു കഥാപാത്രം കൂടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ ഇന്നേ ദിവസം ആ പോസ്റ്റർ ഏറ്റെടുത്തത്. ഒരു ഗംഭീര പോസ്റ്റർ നമുക്ക് തുടരുമെന്ന സിനിമയിലെ വരാൻ പോകുന്ന ഗാനത്തിലൂടെ കാണിച്ചു തരാൻ പോകുന്നതും ഇതേ മുഹൂർത്തങ്ങൾ തന്നെയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ മോഹൻലാലിന്റെ സിനിമകളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മറ്റൊരിടത്ത് സിനിമയിൽ വലിയ വിവാദങ്ങൾ ഉരുത്തിരിയുന്നതാണ് നമ്മൾ കണ്ടത്. മോഹൻലാൽ സുരേഷ് കുമാർ എന്ന സുഹൃത്തുക്കൾക്കിടയിൽ സൗഹൃദത്തിൽ വിള്ളലുണ്ടായോ എന്ന രീതിയിൽ വരെ ചർച്ചകൾ കൊഴുക്കുകയാണ് വാർത്താ മാധ്യമങ്ങളിൽ. ഇവരുടെ സൗഹൃദം എന്താണെന്ന് മലയാളികൾക്ക് ഓരോ ആൾക്കാർക്കും അറിയാം. പണ്ട് മുതലേ മോഹൻലാലിന്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തും മോഹൻലാലിനെ ഈ നിലയിൽ എത്തിച്ചതിലെ ഒരു കാരണക്കാരനായും ഒക്കെ സുരേഷ് കുമാറിനെ പറയുന്നുണ്ടെങ്കിലും ഇവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പലരും വാർത്തകൾ നോക്കിയെത്തുന്നത്. ജൂൺ 1 മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനം വലിയ ചർച്ചയ്ക്കാണ് തുടക്കമിട്ടത്. വിവിധ സിനിമാ സംഘടനകൾ ചേർന്നെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് കുമാർ സിനിമാ സമരമടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്നാൽ ഇതിന് പിന്നാലെ സുരേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ രംഗത്ത് വരികയായിരുന്നു. എന്നാൽ ആന്റണി പെരുമ്പാവൂരിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് പറയുകയാണ് സുരേഷ് കുമാർ. ആന്റണി പെരുമ്പാവൂരിന് വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നുമില്ലെന്നും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞ ആരോപണങ്ങൾ ആരോ പറയിപ്പിച്ചിരിക്കുന്നതാണെന്നും സുരേഷ് കുമാർ പറഞ്ഞു. എനിക്ക് ആരെയും പേടിയില്ല, ഇവിടുത്തെ ഒരു താരത്തിനെയും പേടിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മുഖം നോക്കാതെ സംസാരിക്കും. പേടിയുള്ളവരുണ്ട്, അവരൊക്കെ മിണ്ടാതിരിക്കുകയാണ്. സുരേഷ് കുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മോഹൻലാൽ തന്നെ വിളിച്ചിരുന്നു എന്നും എന്നാൽ ഫോൺ എടുത്തില്ലെന്നും ഇപ്പോൾ സംസാരിച്ചാൽ ശരിയാകില്ലെന്നും സുരേഷ് കുമാർ പറയുന്നുണ്ട്. ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോഹൻലാൽ വിളിച്ചത്, ഞാൻ എടുത്തില്ല. ഇപ്പോൾ ഞാൻ സംസാരിച്ചാൽ അവനുമായി മോശമായ സംസാരമാകും. എനിക്ക് അവനുമായി പ്രശ്നമില്ല, സൗഹൃദ കുറവുമില്ല. ആരെയും സ്ക്രൂ കയറ്റിയാൽ ലാൽ ചൂടാകും എന്നതായിരുന്നു സുരേഷ് കുമാറിന്റെ വാക്കുകൾ ഈ അവസരത്തിലെത്തിയത്.